പ്രണയമന്താരങ്ങൾ അവസാന ഭാഗം. രചന ശ്രുതി അഖിൽ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. സണ്ണിയെ ഹൈഫൈവ് തട്ടിയ ശബ്ദം കേട്ട് സീന തലയുയർത്തി നോക്കി. കണ്ട കാഴ്ചയിൽ അവിടെ മിഴികൾ ഇപ്പോൾ പുറത്തേക്ക് തള്ളുന്ന അവസ്ഥയിലായി. ദേ രണ്ടും തോളിൽ കൈയിട്ട് നിൽക്കുന്നു. അതേ ഞെട്ടലോടെ തന്നെ സീന തറയിൽ നിന്ന് എഴുന്നേറ്റ്. സീനയുടെ നിൽപ്പേണ്ട അജുവും സണ്ണിയും ചിരിച്ചുപോയി. എന്നതാ എന്റെ സീനമ്മോ, നീ ഇങ്ങനെ കണ്ണു മിഴിച്ച് നോക്കുന്നേ? സണ്ണി അവൾക്കടുത്തേക്ക് ഒന്ന് ഇടതുവശത്തുകൂടെ തോളിൽ കൈ ചേർത്ത് വെച്ച് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവളൊന്നും മിണ്ടാനാവാതെ, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ വെറുതെ സണ്ണിയെ തന്നെ നോക്കി നിന്നതേയുള്ളൂ. നീ എന്തെങ്കിലും ഒന്ന് പറയേണ്ടവണ്? അജുവും ചോദിച്ചുകൊണ്ട് സീനയുടെ വലതുവശത്തൂടെ തോളിൽ കൈ ചേർത്ത് പിടിച്ചു. ഇപ്പോൾ സണ്ണിയുടെയും അജുവിന്റെയും നടുവിലാണ് സീന നിൽക്കുന്നത്. അജുവിന്റെ ചോദ്യത്തിന് രൂക്ഷമായ നോക്ക് മാത്രം ചെയ്തു. അപ്പോഴും പെയ്തു തോരാത്ത മിഴികൾ സണ്ണി തുടച്ചു കൊടുത്തുകൊണ്ട് സീനയെ അവന് നേർക്ക് തിരിച്ചു നിർത്തി. കാരയല്ലടി സീനമോ, നീ ആദ്യം അവനോട് നിന്റെ ഉള്ളിൽ ഇഷ്ടം തുറന്നു പറഞ്ഞ അന്ന് തന്നെ അവനോട് നീ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിരുന്നു. ഞാനത് നിന്നോട് ചോദിക്കണമെന്ന് കരുതിയെങ്കിലും പിന്നെ എൻ്റെ അജുവിനെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ഇവനെപ്പോലെ ഒരുവനും നിനക്ക് വേറെ കിട്ടാൻ പോകുന്നില്ലെന്ന് ഓർത്തപ്പോ നിന്നോട് ചോദിക്കാൻ തോന്നിയില്ല. പിന്നെ നീ ഇവന് മനസ്സമാനം കൊടുക്കാൻ പിന്നാലടന്നപ്പോ എൻ്റെ ആഗ്രഹം എൻ്റെ അജു തന്നെ എൻ്റെ സിനിമയുടെ നല്ല ബാധി ആവണമെന്നാണെന്ന് പറഞ്ഞ് ഞാനും അവൻ്റെ ഉള്ളിലെ നിന്നുള്ള ഇഷ്ടം പുറത്തെടുപ്പിച്ചു. അങ്ങനെ അജു നിന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞു. ഇപ്പം മനസ്സിലായോടി പൊട്ടി. നീ പറയേണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഇല്ലെന്ന്. ഇതൊക്കെ കാർത്തിക്കും അറിയാം. ഇതൊക്കെ കേട്ട് സീനയുടെ കിളികൾ കൂടും കിടക്കെടുത്ത് രാജ്യം വിട്ടു. ദുഷ്ടന്മാരെ രണ്ടിനും ഞാൻ ശരിയാക്കി തരും പറഞ്ഞുകൊണ്ട് തന്നെ സണ്ണിയുടെ നെഞ്ചിൽ കളിയായി ഇടിച്ചു. പിന്നെ മുറുകെ പോണന്നു. സീനമ്മോ വാ, താഴേക്ക് വാ, അവിടെ നിനക്കൊരു സർപ്രൈസ് കൂടി ഉണ്ട്. അതിന് എന്നതാ? എല്ലാം പറയാടേ. നീ അജുവിനോട് താഴേക്ക് വന്നേക്ക്, ഞാൻ കാർത്തിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അത്രയും പറഞ്ഞ സണ്ണി മുറിക്ക് പുറത്തേക്ക് പോയതും അജു വേഗം ചെന്ന് ഡോറിൽ ലോക്ക് ചെയ്തു. അവനെ മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നവളുടെ പിന്നിലൂടെ വയറിൽ കൈ ചുറ്റി അവളുടെ തോളിൽ താടിത്തുമ്പ് കുത്തിവെച്ച് നിന്നു. അപ്പോഴും പെണ്ണ് മൈൻഡ് ആക്കുന്നില്ലെന്ന് കണ്ടതും അജു അവളുടെ കാതിനും പിൻകഴുത്തിനിടയിൽ ചെറിയ മുടികൾ തിങ്ങി നിറഞ്ഞ ഭാഗത്തേക്ക് ഊതി. അവന്റെ ശ്വാസച്ചൂടിൽ അവൾ പിടഞ്ഞുപോയി. പുടക്കുവരങ്ങ, നീനോട് മിന്നണ്ട. അവൾ വീറോട് അവനിൽ നിന്നും പിടഞ്ഞു മാറി. അപ്പോഴേക്കും പിണങ്ങിയ ഇക്കാന്റെ സീനൂട്ടി. എന്റെ സീനൂട്ടിക്ക് സർപ്രൈസ് എന്നല്ലേ ഇക്കയിച്ചായാലും? നീ എന്റെ മുത്തല്ലടി മുത്ത്. അവൻ ബെഡിലേക്കിരുന്ന് അവളെയും പിടിച്ച് മടിയിലിരുത്തി. കോളിംഗ് ബെൽ ശബ്ദം കേട്ടാണ് നന്ദൻ വാതിൽ തുറക്കുന്നത്. തുറന്ന് മുന്നിൽ ആദ്യം കണ്ടത് സീനയുടെ കൂടെ നിൽക്കുന്ന പുതുപ്പെണ്ണിനെയും ചെക്കനെയുമായിരുന്നു. നാട് കാണാൻ ഇറങ്ങിയപ്പോൾ കയറിയതാവുമെന്ന് കരുതി ചിരിയോടെ തന്നെ അയാൾ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വന്നു. അജുവിന്റെ കൂടെ നിൽക്കുന്ന കിച്ചുവിനെ കണ്ട് തറഞ്ഞു നിന്നുപോയി. ഈ വരവ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പെട്ടെന്ന് കണ്ടപ്പോൾ ഉണ്ടായ ഞെട്ടലായിരുന്നു അയാളിൽ. ആ നിമിഷം കിച്ചുവിന്റെ കണ്ണുകളും അയാളുടെ ഭാവങ്ങളിൽ തങ്ങി നിന്നു. എന്നാ പറ്റിയെങ്കിൽ കാർത്തി അറിയാവോ? സണ്ണി ചോദിച്ചോ. പെട്ടെന്ന് നന്ദൻ കിച്ചുവിൽ നിന്ന് മുഖം തിരിച്ചു. സണ്ണിയുടെ മുഖത്തെ ഭാഗത്തിൽ നിന്ന് തന്നെ അവരെല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് അയാൾക്ക് മനസ്സിലായി. അവന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ കഴിയാതെ അയാൾ കുഴങ്ങി. പിന്നെ അധികമൊന്നും ആലോചിക്കാതെ കിച്ചുവിനെ നോക്കുകൂടി ചെയ്യാതെ ചെറിയൊരു മടിയോടെ തന്നെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. ആരാ നന്ദേട്ട വന്നേ ചോദിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്ന ഗായത്രിയും മുന്നിൽ നിൽക്കുന്ന കിച്ചുവിനെ കണ്ട് വിളറി വെളുത്തു. ഗായത്രിയുടെയും നന്ദനെയും നിൽപ്പ് കണ്ട് സണ്ണിയുടെയും അജുവിന്റെയും ചുണ്ടിൽ പുച്ഛത്തോടെ ഒരു ചിരി വിരിഞ്ഞു. അങ്കിൾ, ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശപ്പത്തിന് അങ്കിൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാ, ഗാഥയെ കൂടി വിളിക്കുകയല്ലേ? അജു ഗൗരവത്തോടെ തന്നെ ചോദിച്ചപ്പോൾ പരസ്പരം നോക്കിയ ശേഷം നിസ്സഹായതയോടെ നിൽക്കാൻ മാത്രമേ നന്ദനും ഗായത്രിക്കും കഴിഞ്ഞുള്ളൂ. വിളിക്കാണ്ടി, ഞങ്ങളുടെ കാർത്തിയുടെ കണ്ണീന്റെ വില പറയിപ്പിക്കുന്ന ദിവസമായിന്ന്. ഗാഥയെ കാണാതെ ഇത്രയും നാൾ ഈ പാവത്തിന് ഇങ്ങനെ വേദനിപ്പിച്ചതിന്റെ കാരണം അറിയാതെ ഇവിടെ ഞങ്ങൾ പോകുമെന്ന് കരുതണ്ട. അത്രയും ദൃഢതയുണ്ടായിരുന്നു സണ്ണിയുടെ വാക്കുകൾക്കും. മോനെ കിച്ചു, കായ്മ പറയുന്ന വേണ്ട കായ്മേ, എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കാനാണെങ്കിൽ വേണ്ട. അങ്ങനെ നിങ്ങൾ എന്റെ മുമ്പിൽ ചെറുതാവണ്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറയാൻ പറ്റാത്തത് അന്യായിരുന്നു ഞാൻ നിങ്ങൾക്ക്. എന്തോ പറയാൻ തുടങ്ങിയ ഗായത്രി തടഞ്ഞുകൊണ്ട് കിച്ചു പറഞ്ഞു. അവന്റെ ചോദ്യത്തിന് മുമ്പിൽ വെള്ളിടി വെട്ടിയ പോലെ നിന്നുപോയി ഗായത്രിയും നന്ദനും. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. അതെ, അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചു തന്നെയായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, തന്റെ മകളെ കല്യാണം കഴിച്ചുകൊണ്ട് അവനൊരിക്കലും വിഷമിക്കാൻ പാടില്ലെന്ന് കരുതിയാണ്. കിച്ചുവിനെ ഒരിക്കലും അന്യനായി കണ്ടിട്ടില്ല. അങ്ങനെ കാണാൻ ഗായത്രിക്കോ തനിക്കോ കഴിയില്ല. മകനെ പോലെ ആയിരുന്നില്ല കിച്ചു. ഞങ്ങൾക്ക് മകൻ തന്നെയായിരുന്നു. പക്ഷെ തെറ്റുപറ്റിപ്പോയി. എല്ലാം തുറന്നു പറഞ്ഞ ശേഷം അകന്നു പോയിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ അവന് ഇത്രയും വേദനിക്കേണ്ടി വരില്ലായിരുന്നു. ആ നിമിഷം നന്ദന്റെ ഉള്ളിൽ പല ചിന്തകളായിരുന്നു. അങ്കിൾ പ്ലീസ്, ഗാഥയെ വിളിക്ക്. ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാകണമെന്ന് കരുതുന്നില്ല. സണ്ണിയുടെ ഉറച്ച ശബ്ദത്തിൽ നന്ദൻ ചിന്തകൾ വെടിഞ്ഞു. മറ്റൊന്നും പറയാനാവാതെ ഗായത്രിയോട് കണ്ണുകൾ കൊണ്ട് ഗാഥയെ വിളിക്കാൻ പറഞ്ഞു. അത് മനസ്സിലാക്കി ഗായത്രി മുകളിലേക്കുള്ള സ്റ്റെയർ കയറി. സത്യം മറന്നെങ്കിൽ പുറത്തു വരാൻ സമയമായെന്ന തിരിച്ചറിവോടെ തന്നെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഗാഥയുമായി ഗായത്രി സ്റ്റെയർ ഇറങ്ങി വന്നു. ഗായത്രിക്ക് മുന്നിൽ പടികളിറങ്ങി വരുന്ന ഗാഥയുടെ മിഴികൾ അസ്വസ്ഥനായി സോഫയിൽ കാൽമുട്ടിൽ കൈകുത്തി തലതാങ്ങിയിരിക്കുന്ന കിച്ചുവിലായിരുന്നു. അജു തോളിൽ തട്ടിയതും കിച്ചു മുഖമുയർത്തി അജുവിനെ നോക്കി. അജു കുഞ്ഞി വരുന്ന ഭാഗത്തേക്ക് കണ്ണു കാണിച്ചു. അവിടേക്ക് നോക്കിയ കിച്ചു കുഞ്ഞിയെ കണ്ടിരുന്നിടത്ത് എഴുന്നേറ്റു. കുഞ്ഞി
വിളിച്ചുകൊണ്ട് തന്നെ ഓടിച്ചെന്ന് അവളെ മുറുകെ പുണർന്നു. അവളുടെ മനം മയക്കുന്ന മന്ദാരത്തിന്റെ ഗന്ധം അവന്റെ നാസികയിലേക്ക് തുളഞ്ഞു കയറി. ആ ചേർന്ന് നിൽക്കലിൽ പോലും ഇരുവരും നഷ്ടപ്പെട്ട എന്തോ തിരിച്ചു കിട്ടിയ അനുഭൂതി അറിഞ്ഞു. അവന്റെ ചേർത്ത് പിടിക്കൽ ഒരു നിമിഷം കുഞ്ഞിയും ആഗ്രഹിച്ചിരുന്നു. എന്തിനാ കുഞ്ഞി നീ എന്നെ വിട്ടുപോയത്? മരണം വരെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് തന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവാനായിരുന്നു. പറവണ്ടേ? കുഞ്ഞിയുടെ ഇരുതോളിലും ഒന്ന് പിടിച്ചു വിളിച്ചുകൊണ്ട് കീച്ച് ചോദിക്കുമ്പോൾ അവളുടെ മിഴികളും പെയ്യാൻ വെമ്പി നിന്നു. പറ മോളെ, ഇനിയൊന്നും മറച്ചു വെക്കേണ്ട. എല്ലാവരും അറിയാൻ സമയമായി. ഇനിയും കീച്ചുമോനെ വിഷമിപ്പിച്ച ദൈവം പോലും പൊറുക്കില്ല. നന്ദൻ ഇടറിയ വാക്കുകളാൽ പറഞ്ഞു നിർത്തിയതും എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഗാഥ നിറഞ്ഞു തുളുമ്പിയ മിഴികൾ വാശിയോടെ അമർത്തി തുടച്ചു. ഞാൻ പറയാം. അവളുടെ ആ വാക്കുകളിൽ ഹൃദയം നുറുങ്ങുന്ന വേദന നന്ദനും ഗായത്രിയും അറിഞ്ഞു. തന്റെ മകളുടെ വിധിയെ ഓർത്തായിരുന്നില്ല, മറിച്ച് സത്യങ്ങൾ അറിയുമ്പോൾ കിച്ചുവിനുണ്ടാവുന്ന സങ്കടത്തെപ്പറ്റി ഓർത്ത്. ഫ്ലാഷ് ബാക്ക്. ഡോക്ടർ കണ്ട് തിരികെ മടങ്ങുമ്പോൾ തന്റെ സംശയങ്ങൾ സത്യം തന്നെയായിരുന്നു മനസ്സിലായതുകൊണ്ടാവും ഗാഥയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. ലാബിൽ ഹാഫ് ലീവ് എഴുതി കൊടുത്ത ശേഷം ഗാഥ വീട്ടിലേക്ക് പോയി. കോളിംഗ് ബെൽ ശബ്ദം കേട്ട് ഗായത്രി വാതിൽ തുറന്നു. മുന്നിൽ കരഞ്ഞു വീർത്ത മുഖവുമായി നിൽക്കുന്ന കുഞ്ഞിയെ കണ്ട് അവരുടെ അമ്മ മനം നൊന്തു. എന്തുപറ്റി മോളെ, നീ കരഞ്ഞോ? എന്താ നീ നേരത്തെ വന്ന്? വയ്യായിക വല്ലതും ഉണ്ടോ? അവളുടെ നിൽപ്പ് കണ്ട 1000 ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അവളൊന്നും മിണ്ടാതെ ഗായത്രിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് നന്ദൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്നത്. നന്ദൻ സ്ഥിരം ഉച്ചക്ക് വീട്ടിൽ വന്നാണ് ഭക്ഷണം കഴിക്കാറ്. ഇന്ന് വരാൻ കുറച്ച് വൈകിയിരുന്നു. കാറ് മുറ്റത്തേക്ക് കയറിയതും ഗാഥയുടെ സ്കൂട്ടി കണ്ടിരുന്നു. വാതിൽക്കലെത്തിയപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ചെന്ന് പൊട്ടിക്കറിയുന്ന മകളെ കണ്ട് അയാളിൽ ആശങ്ക നിറഞ്ഞു. വേഗം തന്നെ അടുത്തേക്ക് വന്ന് കാര്യം എന്താണെന്ന് ഗായത്രിയോട് തിരക്കി. എന്താണോ, എന്തിനാ മോള് കറിയുന്നേ? അറിയില്ല നന്ദേട്ടാ, ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നില്ല. അപ്പോഴേക്കും നന്ദൻ അവർക്ക് അരികിലെത്തി. മോളെ വാ, ഇവിടെ ഇരിക്കുക. മതി കറിഞ്ഞ്. എന്താ കാര്യം എന്ന് പറയേ? അച്ഛേ, എനിക്ക് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയാതെ വീണ്ടും മിഴികൾ നിറഞ്ഞൊഴുകി. നിനക്ക് കരയുന്നത് നിർത്തു കുഞ്ഞേ. കാര്യം പറ, നീ ടെൻഷനാക്കാതെ. എനിക്ക് ദേഷ്യം വരും ഇനി നീ കരഞ്ഞ. ഞാൻ പറയുന്നത് സമാധാനത്തോടെ അച്ഛനമ്മയും കേൾക്കണം. നന്ദനും ഗായത്രി അവൾ പറയുന്ന കേൾക്കാൻ ക്ഷമയോടെ ഗാഥയുടെ ഇരുവശത്തുമായിരുന്നു. ഈ സമയം തന്നെയാണ് ഗായത്രിയോട് വെറുതെ സംസാരിച്ചിരിക്കാനായി വിമല അവിടേക്ക് വരുന്നത്. പുറത്ത് ഗാഥയുടെ സ്കൂട്ടിയും നന്ദന്റെ കാറും കിടക്കുന്ന കണ്ട് ഒന്ന് നോക്കിക്കൊണ്ട് വിമല സിറ്റ് ഔട്ടിലേക്ക് കയറി. അമ്മേ, അച്ഛൻ, എനിക്ക് സെർവിക്കൽ ക്യാൻസർ. അവൾ മിഴികൾ മുറുകെ അടച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ മിഴികളിൽ നിന്ന് അപ്പോഴും നീർത്തുള്ളികൾ പുറത്തേക്ക് ചാരിയിട്ട് ഒഴുകിയിരുന്നു. ഇത് കേട്ട് അകത്തേക്ക് കയറാൻ ഭാവിച്ച വിമലയുടെ കാലുകൾ നിശ്ചലമായി. ഒന്നറങ്ങാൻ പോലും ആവാതെ വിമല തറഞ്ഞു നിന്നു. നന്ദനും ഗായത്രി ഇരുന്നിടന്ന് എഴുന്നേറ്റു. ഇരുവരും ഒരേ സ്വരത്തിൽ വിളിച്ചുപോയി. സത്യമാണ്, 2 months ആയിട്ട് വജൈനൽ ബ്ലീഡിങ്ങും പെൽവിക് പെയിൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. മെൻസ്ട്രേഷൻ ആവുന്ന ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ ഒരു ഡൗട്ട് കൊണ്ട് 2 ദിവസം മുമ്പ് ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ 1-2 ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതെല്ലാം ചെയ്ത് റിസൾട്ടായിട്ട് ഇന്ന് ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ സംശയങ്ങൾ സത്യം തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. സെർവിക്കൽ ക്യാൻസറാ, ഫസ്റ്റ് സ്റ്റേജാ. വിദഗ്ധ ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ടും മാറുന്നു ഡോക്ടർ ഉറപ്പൊന്നു. പക്ഷേ അവളും നിർത്തി നന്ദനെയും ഗായത്രിയും നോക്കി. രണ്ടുപേരും കരയുകയാണ്. എങ്കിലും മാറുമെന്ന് കേട്ടതിൻ്റെ നേരിയൊരു ആശ്വാസവും. പക്ഷെ കേട്ടതിൻ്റെ ആകുലതയും അവരുടെ മുഖത്ത് നിന്ന് അവൾക്ക് വായിച്ചെടുക്കാൻ സാധിച്ചു. പക്ഷേ ചോദ്യപാത്രത്തിൽ തന്നെ രണ്ടുപേരും ഗാഥയോട് ചോദിച്ചു. പക്ഷെ മറ്റൊരു കാര്യം കൂടി ഡോക്ടർ പറഞ്ഞു. ആൾക്കത് പറയാൻ തുടങ്ങുമ്പോൾ നെഞ്ചിലൊരു വിങ്ങൽ അനുഭവപ്പെട്ടു. അവളുടെ വാക്കുകൾക്കായി ഗായത്രിയും നന്ദനും ചുമരിന് മറവിൽ വിമലയും ഒരുതരം വിറയലോടെ ശ്രദ്ധയോടെ നിന്നു. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ തന്നെ വീണ്ടും അവൾ പറയാൻ തുടങ്ങി. എന്റെ ഗർഭപാത്രത്തിന് ഒരു... അവളുടെ മിഴികൾ പെയ്യാൻ വെമ്പി നിന്നു. കണ്ണുനീർ മിഴികളിൽ തളം കെട്ടി. മുന്നിലെ കാഴ്ച അവ്യക്തമായി. സ്വരത്തിൽ പതർച്ചയും ഇടറലും അനുഭവപ്പെട്ടു. ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള ശേഷിയില്ല. പറഞ്ഞു തീർന്നും കരഞ്ഞുകൊണ്ട് തന്നെ അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു. എന്റെ കിച്ചേട്ടന് എനിക്കൊരു കുഞ്ഞിനെ എനിക്ക് കഴിയില്ലല്ലോ അച്ഛ. ഞാൻ എന്ത് പറയും എന്റെ കിച്ചേട്ടനോട്? അവളിൽ നിന്നുതിർന്ന വാക്കുകളിൽ തന്നെ തറഞ്ഞു നിൽക്കായിരുന്നു ഇതേ സമയം 3 പേരും. വിശ്വസിക്കാനാവാത്ത രീതിയിൽ തന്നെ വിളിച്ചുപോയി നന്ദൻ. അയാൾ മകൾക്കരികിലിരുന്നു. അവളുടെ കരച്ചിലും സങ്കടവും കണ്ട് ഗായത്രിക്കും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സാരി തലപ്പുകൊണ്ട് വാ പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നവർ. പക്ഷേ ചുമരിന് പിന്നിൽ സിറ്റ് ഔട്ടിൽ തന്നെ നിന്നിരുന്ന വിമലയുടെ ഉള്ളിൽ മറ്റു പല ചിന്തകളായിരുന്നു ആ നിമിഷം. അപ്പോൾ അവർ സ്വന്തം മകന്റെ മാത്രം അമ്മയായി മാറുകയായിരുന്നു. തൻ്റെ മകന് ഗാഥയിലൂടെ അടുത്തൊരു തലമുറയുണ്ടാവില്ലേ? അപ്പോൾ അവൻ്റെ കുഞ്ഞുങ്ങളെ താലോലിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാവില്ലേ ഈശ്വര? ഇല്ല, ഞാൻ ഈ ബന്ധത്തിൽ ഒരിക്കലും സമ്മതിക്കില്ല. എൻ്റെ മകനും ഭാര്യയും മക്കളടങ്ങുന്ന ഒരു കുടുംബം വേണം. അത് കണ്ടിട്ട് വേണം എനിക്കും ശേഖരേട്ടൻ്റെ അടുത്തേക്ക് യാത്രയാവാൻ. പറ്റില്ല, ഗാഥ എൻ്റെ മരുമകളായിട്ട് ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല. പക്ഷേ കിച്ചു അവൻ സമ്മതിക്കും എൻ്റെ തീരുമാനത്തിന്. ഒരിക്കലും അവൻ അവളെ കൈവിടില്ല. ഇനി സത്യങ്ങളൊക്കെ അറിഞ്ഞാലും അവൻ അവളെ ഉപേക്ഷിച്ച് കളയില്ല, അതുറപ്പാ. പിന്നെ എന്ത് ചെയ്യും? കിട്ടി, അവളോട് തന്നെ പറയാം ഇനി കിച്ചുവിൻ്റെ ജീവിതത്തിലേക്ക് വരരുതെന്ന്. അങ്ങനെ പലവിധ ചിന്തകളായിരുന്നു അവരിൽ. സ്വന്തം മകന്റെ കാര്യത്തിൽ സ്വാർത്ഥയായ അമ്മ മാത്രമായിരുന്നു അവരെപ്പോൾ. ഓരോ അമ്മയും അങ്ങനെയാണല്ലോ. സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ അവൾ സ്വാർത്ഥയായി പോകും.
എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് തന്നെ വിമല അകത്തേക്ക് കടന്നു ചെന്നു. വിമലേശി, ഗായത്രി മുന്നോട്ട് നോക്കി നടുക്കത്തോടെ പറഞ്ഞു. വിമല വരുന്ന കണ്ട് മൂവരും ഇരുന്നിടത്ത് എഴുന്നേറ്റ് കണ്ണുകൾ അമർത്തി തുടച്ചു. ആ എന്താ ചേച്ചി വന്നേ, വാ ഇരിക്ക്. ഗായത്രി പതർച്ചയും സങ്കടവും മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഇനി നിങ്ങളുടെ സൽക്കാരൊന്നും വേണ്ട ഗായത്രി, എല്ലാം ഞാൻ കേട്ടു. ഇവൾക്ക് ക്യാൻസർ ആണല്ലേ. ഗൗരവത്തോടെയാണ് സംസാരമെങ്കിലും മിഴികളിൽ നീർത്തിളക്കമുണ്ടായിരുന്നു. ഇരുകണ്ണും മുറുകി അടച്ചു തുറന്ന് അവയെ തടവിലാക്കി വിമല. അവരുടെ തുറന്നു പറച്ചിൽ ഉരുകിപ്പോയിരുന്നു ഗായത്രിയും നന്ദനും കുഞ്ഞിയും. കുഞ്ഞുണ്ടാവില്ലെന്ന് പറഞ്ഞാൽ കേട്ടു. ഡി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു. നീ എന്നെ മരുമകളായിട്ട് അല്ല മകളായിട്ട് ആ വീട്ടിലേക്ക് കയറി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് മച്ചിയായിട്ടായിരുന്നില്ല. ഇനി കിച്ചുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. അവന് കുടുംബമായിട്ട് സന്തോഷത്തോടെ മക്കളും ഭാര്യത്തിൽ ജീവിക്കുന്ന കാണാൻ എനിക്ക്. അവൻ അറിയുകയും ചെയ്യരുത് നിനക്കിങ്ങനെ അസുഖം വന്നോ കുഞ്ഞുണ്ടാവില്ലെന്നോ. അറിഞ്ഞാ ഒരു താക്കീതുപോലെ വിമല ഗാഥയുടെ നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. വിമലാമ്മേ, വിശ്വസിക്കാനാവാത്ത ഭാവത്തിൽ തന്നെ അവൾ വിളിച്ചുപോയി. മിഴികളിൽ ഇരുട്ട് മൂടുന്ന പോലെ തോന്നിയവൾക്ക്. വിമലേച്ചി ഇങ്ങനെയൊന്നും പറയില്ലേ, എന്റെ മോൾക്ക് എല്ലാം ഭേദാവും. ഈ ലോകത്തെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സ നടത്തും ഞാൻ. എല്ലാ കുറവുകളും മറികടന്ന് എന്റെ മോൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. കുട്ടികൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പരസ്പരം. വേണ്ട ചേച്ചി, അവർ തമ്മിൽ അകറ്റല്ലേ. നന്ദന്റെ സ്വരത്തിൽ യാചന കളർന്നു. വേണ്ട ചേ, വിമലാമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ അറിഞ്ഞു വെച്ചുകൊണ്ട് കിച്ചൻ ഒരു ബാധ്യത അവൻ ആഗ്രഹിക്കുന്നില്ല അച്ഛേ. മോളെ അങ്ങനെ പറയല്ലേ, അച്ഛ കിച്ചുവിനോട് സംസാരിക്കാം. അതിനു മുമ്പ് തന്നെ നമുക്ക് വിദഗ്ധനായ ഒരു ഡോക്ടറെയും കാണാം. ഭേദാവുന്ന ഡോക്ടറുടെ ഉറപ്പുണ്ടെങ്കിൽ കിച്ചു മോളെ തനിച്ചാക്കില്ല. നന്ദ, ഞാൻ പറഞ്ഞു എന്റെ മകന്റെ ജീവിതത്തിലേക്ക് ഇനിയും മച്ചി വേണ്ടെന്ന്. അച്ഛേ, ഡോക്ടറുടെ ഉറപ്പില്ലേലും മരണം വരെ എൻ്റെ കിച്ചേട്ടൻ കൂടെ തന്നെ ഉണ്ടാകുന്ന എനിക്കറിയാം. പക്ഷെ വിമലാമ്മ പറഞ്ഞ പോലെ എൻ്റെ പോരായ്മകൾ ഞാൻ മനസ്സിലാക്കണ്ടേ. മോളെ, ഗായത്രി ഗാഥയെ ചേർത്ത് പിടിച്ചു. കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി. ഇതിനിടയിൽ ഗാഥയെ നന്ദനും ഗായത്രിയും ഡോക്ടർ അശ്വതിയെ തന്നെ കൊണ്ടുപോയി കാണിച്ചു. ക്യാൻസർ സെൽസിനെ പൂർണ്ണമായി നശിപ്പിച്ച് ഭേദമാവുമെന്ന് ഡോക്ടർ 100% ഉറപ്പു പറഞ്ഞു. പക്ഷെ അപ്പോഴൊരു കുഞ്ഞെന്ന സ്വപ്നാഗ്രഹമായിരുന്നു. ഓരോ ദിനവും വിമലയുടെ കുത്തുവാക്കളും പരിഹാസവും ഗാഥയിൽ ഒരു ഉൾവലിയിൽ ഉണ്ടാക്കിയിരുന്നു. ഉള്ളു കത്തുന്ന സങ്കടത്തോടെ അവൾ പതിയെ പതിയെ കിച്ചുവിൽ നിന്ന് അകലാൻ ശ്രമിച്ചു. കുഞ്ഞി, എന്തു പറ്റിയാണ് നിനക്ക്? കുറച്ചു ദിവസം ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നിനക്കെന്തോ വിഷമമുണ്ട്? കാര്യം പറവണേ. അങ്ങനെയൊന്നുമില്ല, കിച്ചേട്ടന് തോന്നാവും. പിന്നെയും അവളിലെ മാറ്റങ്ങൾ അവനിൽ എന്തൊക്കെയോ വല്ലായ്മ സൃഷ്ടിച്ചു. അവൻ കാരണം തിരക്കുമ്പോഴൊക്കെ അവൾ ഒഴിഞ്ഞു മാറി. അധികം കൂടിക്കാഴ്ചകളോ അവരുടേത് മാത്രമായ ദിവസങ്ങളോ ഇല്ലാതെയായി. ഒരു ദിവസം രാത്രി ബാൽക്കണിയിൽ നിലാവ് നോക്കി എന്തോ ചിന്തയിലാണ്ട് നിൽക്കുകയായിരുന്നു ഗാഥ. ആ നിമിഷം നന്ദൻ അവൾക്കടുത്തെത്തി. മോളെ, നമുക്ക് കിച്ചുവിനോടെല്ലാം തുറന്നു പറയാം. നീ ഇങ്ങനെ ഒരുക്കി തീരുന്ന കാണാൻ ഈ അച്ഛക്കും അമ്മയ്ക്കും വയ്യ. എത്ര ദിവസമായി നീ മര്യാദക്ക് ഉണ്ണുകയോ ഉറങ്ങുകയോ ചെയ്തിട്ട് ഈ അവസ്ഥയിൽ അതും കൂടി ഇല്ലാതായ താങ്ങാൻ നിനക്കാവില്ല കുഞ്ഞെ. അവനോടുള്ള നിന്റെ പ്രണയം ഉള്ളിലൊതുക്കി മനസ്സിനെ കല്ലാക്കി അവനിൽ നിന്ന് അകലാൻ നിനക്കാവില്ല മോളെ. നീ എന്ന അവന് ജീവനാ. അങ്ങനെ തന്നെയാണ് നിനക്ക് തിരിച്ചു എന്ന് എനിക്കറിയാം. അച്ഛ പറയാൻ കിച്ചുവിനോട്. വേണ്ട അച്ഛേ, കീച്ചേട്ട ഒരിക്കലും അറിയാൻ പാടില്ല. അതറിയുമ്പോൾ എൻ്റെ കിച്ചേട്ടന് ഒരുപാട് വേദനിക്കും. ഞാൻ വിഷമിക്കാണ്ടിരിക്കാൻ എൻ്റെ കൂടെ ഞാൻ ഏതവസ്ഥയിലാണെങ്കിൽ എൻ്റെ കിച്ചേട്ടൻ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിമലാമ്മയെ ഞാനത് ആഗ്രഹിക്കുന്നില്ല. കിച്ചേട്ടനൊരു ഭാവിയുണ്ട് അച്ഛേ. നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ പോയാലോ, എവിടേക്കെങ്കിലും? പ്ലീസ് അച്ഛേ, എനിക്ക് വയ്യാത്തോണ്ട് ഇവിടെ. എവിടേക്ക് പോവാനാ മോളെ? നമ്മൾ എവിടേക്കെങ്കിലും പോവാം. ഈ പാലക്കാട് നിന്ന് തന്നെ പോകണം. കിച്ചേട്ടൻ അറിയരുത്. അറിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ കഴിയില്ല. അച്ഛൻ്റെ കൂടെ നിൽക്കില്ലേ? എനിക്ക് പറ്റില്ല അച്ഛൻ. കിച്ചേട്ടനെ കാണും തോറും എൻ്റെ ഉള്ളിൽ ഇഷ്ടം കൂടണമല്ലാതെ കുറയുന്നില്ല. അത് മാത്രമല്ല, വിമലാമ്മയുടെ മാറ്റി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം മോളെ പോലെ കണ്ടിരുന്നല്ലേ. പെട്ടെന്നൊരു ദിവസം എന്നെ കാണുമ്പോഴേക്കും ഓരോന്ന് പറയും. കുഞ്ഞുണ്ടാവാത്തതും മച്ചി എന്ന പേരും. 2 ദിവസം അച്ഛൻ, 2 ദിവസത്തിനകം നമുക്ക് പോകണം. എൻ്റെ കിച്ചേട്ടൻ്റെ കൂടി 2 ദിവസം സന്തോഷത്തോടെ കഴിയണം. കിച്ചേട്ടനെ മാത്രം കുഞ്ഞായിട്ട്. പറഞ്ഞ് അവസാനിക്കുമ്പോഴേക്കും കുഞ്ഞി പൊട്ടിക്കരഞ്ഞിരുന്നു. 2 ദിവസം പിന്നെയും കടന്നുപോയി. ഈ 2 ദിവസങ്ങളിൽ കുഞ്ഞി കിച്ചുവിൻ്റേത് മാത്രമായി. പലയിടത്തും കറങ്ങി നടന്നു. അന്നുവരെയും ലംഘിക്കാത്ത അതിർവരമ്പുകൾ ഭേദിച്ച് അവൻ്റേത് മാത്രമാവാൻ അവളുടെ ഉള്ളം കൊതിച്ചു. ആ ആഗ്രഹത്തിൻ്റെ മൂർത്തിൻ്റെ അവസ്ഥയിലെത്തിയതും അവൾ അവനോട് തൻ്റെ ആഗ്രഹം പറയാൻ തന്നെ തീരുമാനിച്ചു. കിച്ചേട്ടാ, ഞാൻ ആഗ്രഹം പറയാൻ സാധിച്ചു തരുമോ? വയലോരത്തുള്ള ഏറുമാടത്തിലിരിക്കുകയായിരുന്നു അവർ. താഴേക്ക് കാറിട്ടിരിക്കുന്ന കുഞ്ഞിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് കിച്ചു. അവൻ്റെ മുടിയിഴകൾക്കിടയിലൂടെ അവൾ വിരലുകൾ ഓടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, എൻ്റെ കുഞ്ഞിയുടെ എന്താ ആഗ്രഹമാണ് ഞാൻ സാധിച്ചു തരാത്തത്? എൻ്റെ പെണ്ണ് പറ. കീച്ച അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു, സാധിച്ചിരുന്ന് സത്യം ചെയ്യും എങ്കിലും ഞാൻ പറയും. അവൾ ഷാട്ടി പിടിച്ചപ്പോൾ അവൻ അവളുടെ മടിയിൽ നിന്ന് തലയൊന്നുയർത്തി അവളുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. പിന്നെ വീണ്ടും പഴയതുപോലെ തന്നെ കിടന്നു. സത്യം, ഇനി പറവണേ. അവൻ കണ്ണുകളടച്ച് കിടന്നു. എനിക്ക് കിച്ചേട്ടൻ്റെ ആവണം. നീ എൻ്റേത് മാത്രമാണല്ലോ ഡി. അവൻ്റെ സ്വരം ആർദ്രമായി. അതല്ല, എല്ലാ അർത്ഥത്തിലും കിച്ചേട്ടൻ്റെ ആവണം. പൂർണ്ണമായിട്ട് എന്നെ കിച്ചേട്ടൻ സ്വന്തമാക്കണം. ഓ, അത്രേ ഉള്ളൂ. ഇതൊക്കെ സിമ്പിളല്ലേ?
എന്താ പറഞ്ഞ് അവൻ അവിടെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഞാൻ പറഞ്ഞ കിച്ചേട്ടൻ കേട്ടില്ലേ? എനിക്ക് എല്ലായിടത്തും കിച്ചേട്ടന്റെ പെണ്ണാവണമെന്ന്. കുഞ്ഞി, നീ ഇപ്പൊ എന്താ പറഞ്ഞെന്ന് എനിക്ക് വല്ല ബോധമുണ്ടോ? ഒരു കിസ് അടിച്ച പിന്നെ അരമണിക്കൂർ എന്റെ മുമ്പിൽ പോലും വരാത്ത പെണ്ണായി പറയുന്നത്. വെറുതെ തമാശിക്കലേ മോളെ. നിനക്കറിയാലോ, ആശ കൊടുക്കരുത്. നിന്റെ കിച്ചേട്ടന് ലോല ഹൃദയൻ. ഞാൻ തമാശ പറഞ്ഞല്ലോ കിച്ചേട്ടാ, സീരിയസ് ആയി തന്നെ പറഞ്ഞ. രാത്രി എന്റെ റൂമിന്റെ ബാൽക്കണി ഡോർ തുറന്നിട്ട് ഞാൻ കാത്തിരിക്കും. അത്രയും പറഞ്ഞ അവൾ ഏർമാടത്തിൽ നിന്നിറങ്ങി. ഇവൾക്ക് ഇത് എന്തു പറ്റിയെന്ന ചിന്തയോടെ പാടവരമ്പിലൂടെ പോകുന്നവളെ നോക്കി നിന്ന് കിച്ചു. കട്ടിലിൽ ഗഹനമായ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു കുഞ്ഞി. ചെയ്യാൻ പോകുന്ന തെറ്റാണെന്നറിയാം. പക്ഷെ ഇനി ഒരിക്കലും ആ നെഞ്ചിൽ ചേർന്ന് കിടക്കാനോ ആ കരലാളനുകളിൽ അലിഞ്ഞു ചേരാനോ സാധിക്കില്ലല്ലോ. എന്റെ കിച്ചേട്ടന്റെ പെണ്ണായി, ഭാര്യയായി, ഒരു ജന്മം മുഴുവനും കിച്ചേട്ടനിൽ അലിഞ്ഞു ചേരാൻ സ്വപ്നം കണ്ടിട്ടും അത്രയേറെ പരസ്പരം പ്രാണനേക്കാളേറെ സ്നേഹിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നാവൻ ദൈവം സമ്മതിച്ചില്ലല്ലോ. മിഴികൾ നിറഞ്ഞ് കവിളിണകളെ തഴുകി അടർന്നു വീണ് ചിന്നിച്ചിതറി. ഡോറ് തുറന്നടയുന്ന ശബ്ദം കേട്ട് അവൾ വേഗം കണ്ണുനീരിനെ അമർത്തി തുടച്ച്. കുഞ്ഞി, നിനക്ക് ഉറപ്പാണോ വേണമെന്ന്? അവൻ അവളുടെ കുഞ്ഞിക്കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവളുടെ മുഖം അവന്റെ കൈകളിൽ എടുത്തുകൊണ്ട് കിച്ചു ചോദിച്ചു. വേണം. ഉത്തരം ലളിതമായിക്കൊണ്ട് അവൾ തിരിഞ്ഞ് ബെഡിനടുത്തേക്ക് പോയി. അവൻ അവൾക്ക് പിന്നാലെ ചെന്നു. കിച്ചേട്ടാ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, ഏട്ടനെവിടെ ഇരിക്കും. മറുപടിക്ക് പോലും കാക്കാതെ അവൾ ബാത്റൂമിലേക്ക് കയറി. അവന്റെ ഉള്ളിൽ ഒരു കടലിരമ്പുന്നുണ്ടായിരുന്നു ആ സമയം. ഇവൾക്ക് ഇത് എന്തു പറ്റിയെന്ന ചിന്തയായിരുന്നു അവനിൽ. ചെയ്യാൻ പോകുന്ന തെറ്റാണെന്ന ബോധ്യത്തോടെ ഇരുമനം ഒരുപോലെ വീർപ്പുമുട്ടി. കുഞ്ഞിക്കഥ അവളുടെ കിച്ചേട്ടന്റെ എല്ലാമായി ഒരു ദിവസം കഴിയണമെന്ന ആഗ്രഹമാണെങ്കിൽ കിച്ചുവിന് കുഞ്ഞിയുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ള ഒരു നിന്നൊടുക്കലാണ്. കുറച്ചു നേരം ഏത് ഓർമ്മയിൽ ആണ്ട് നിന്ന കുഞ്ഞി പിന്നെ വേഗം കുളിച്ച് ബാത്റൂമും ചുറ്റി പുറത്തിറങ്ങി. വാതിൽ തുറന്ന ശബ്ദം കേട്ട് ആലോചനകൾ വെടിഞ്ഞ് ബാത്റൂമിന്റെ ഭാഗത്തേക്ക് നോക്കിയ കിച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു. മുന്നിൽ നിൽക്കുന്ന ശാലീന സൗന്ദര്യത്തിൽ ഒരു നിമിഷം കിച്ചു സ്വയം മറന്നുപോയി. ഏതോ സ്വപ്നത്തിലെന്ന പോലെ അവൻ അവൾക്കടുത്തേക്ക് ചൂടുകൾ വെച്ചു. അവളായി മുൻകൈയെടുത്തതായിരുന്നുവെങ്കിലും എന്തുകൊണ്ടോ അവനടുത്തേക്ക് വരും തോറും അവളുടെ ഹൃദയമിടിപ്പും വർദ്ധിച്ചു. അവനടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൾ പിന്നോട്ട് ചലിച്ചു. ചുമരിൽ തട്ടി നിന്നും അവന്റെ കൈകൾ ഞൊടിയിടയിൽ അവൾക്ക് ഇരുവശവും തടസ്സം സൃഷ്ടിച്ചു. വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച കഴുത്തിൽ നോട്ടമുടക്കിയതും അവന്റെ ശ്വാസോച്ഛ്വാസം വർദ്ധിച്ചു. അവനിലെ പുരുഷൻ ഉണരാൻ അധിക സമയം വേണ്ടി വന്നില്ല. അവന്റെ ചുണ്ടുകൾ അവളുടെ അധരങ്ങളുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു. ആദരങ്ങളെ മോചിപ്പിക്കാതെ അവൻ അവളെ പൊക്കിയെടുത്ത് കട്ടിൽ കൊണ്ട് കിടത്തി. എന്നെന്നും ഓർമ്മിക്കാൻ തന്റെ കിച്ചേട്ടൻ്റെത് മാത്രമായ ഈ നിമിഷങ്ങളും പിന്നെ ഒരു പിടി നല്ല ഓർമ്മകളും കൂട്ടുണ്ടാവുമെന്ന ചെറിയ സാന്ത്വനത്തിന്റെ വലിയൊരു ഹൃദയവേദനയും പേറി അവൾ അവന് വിധേയായി കൊടുത്തു. അവരുടെ പ്രണയ നിമിഷങ്ങളുടെ അലയൊലികൾ ആ മുറിക്കുള്ളിൽ തങ്ങി നിന്നു. ഒടുവിൽ ഒരു പേമാരിയായി പെയ്തിറങ്ങിക്കൊണ്ട് കിച്ചു അവന്റെ പെണ്ണിനെ സ്വന്തമാക്കി. 4 മണിയുടെ അലാറം കേട്ട് കിച്ചു അസ്വസ്ഥതയോടെ കണ്ണു തുറന്നു. കൈയെത്തിച്ച് ഫോൺ എടുത്ത് അലാറം ഓഫ് ചെയ്തു. മുറിയിൽ ആരന്റെ വെളിച്ചത്തിൽ മുറിയിലെന്തോ വ്യത്യാസം തോന്നി. കൈയെത്തിച്ച് ലൈറ്റ് ഇടാൻ ശ്രമിക്കുമ്പോഴാണ് ഇടത് കൈയിലെന്തോ ഭാരം തോന്നുന്നത്. അവന്റെ ഇടത് കൈയിൽ തലവെച്ച് കഴുത്തിറ്റം വരെ പുതപ്പുവച്ച് അതിനുള്ളിലൂടെ തന്റെ വയറിൽ കൈ ചുറ്റി കിടക്കുന്ന കുഞ്ഞിയെ കണ്ടപ്പോഴാണ് ഇന്നലെ സംഭവിച്ചൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ആ നല്ല നിമിഷങ്ങളുടെ ഓർമ്മയിൽ അവന്റെ ചുടികൾ മനോഹരമായെന്ന് വിടർന്നു. അവൻ കുറച്ച് തലതാഴ്ത്തി അവളുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചു. കുഞ്ഞി. ആർദ്രമായ അവന്റെ സ്വരം അവളുടെ കാതുകൾക്കരികിൽ പതിഞ്ഞ രീതിയിൽ കേട്ടപ്പോൾ അവളൊന്ന് ഞെരങ്ങിക്കൊണ്ട് അവന്റെ നഗ്നമായ നെഞ്ചിന്റെ ചൂടിലേക്ക് കൂടുതൽ പറ്റിച്ചേർന്നു. കുഞ്ഞി, നീ എന്ന് വീണ്ടും വഴിതെറ്റിക്കും. ഒന്ന് എഴുന്നേക്കടി. കുഞ്ഞി അവന്റെ നെഞ്ചിൽ മുഖമൊന്നുരസിക്കൊണ്ട് കണ്ണുകൾ ചിമ്മി തുറന്നു. മുറിയിൽ അരണ്ട വെളിച്ചത്തിൽ അവളുടെ ചാരക്കണ്ണുകൾ തിളങ്ങുന്നുണ്ടെന്ന് തോന്നി കിച്ചുവിന്. അവൻ ഇരുകണ്ണുകൾ അടച്ച് തലയെന്ന് കുടഞ്ഞുകൊണ്ട് കുതിച്ചുയരുന്ന ഹൃദയമിടിപ്പിനെ വരുതിയിലാക്കാൻ ശ്രമിച്ചു. ചേട്ടാ. കുഞ്ഞി ഉറക്കച്ചോടോട് അവനിൽ നടന്നു മാറാൻ വിളിച്ചു. ഞാൻ പോവാട്ടോ കുഞ്ഞി. ഗായമയും നന്ദച്ചന് എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് പോട്ടെ. എന്നെ വിട്ട് പോവല്ലേ കിച്ചേട്ടാ, എനിക്ക് ഏട്ടനില്ലാതെ പറ്റില്ല. ഏതോ ഓർമ്മയിൽ അവിടെ മിഴികൾ നിറഞ്ഞു. ഞാൻ നിന്നെ വിട്ടു പോകാനോ? നീ എന്തൊക്കെയാ പെണ്ണീ പറയുന്നത്? അവന്റെ ആ ചോദ്യത്തിലാണ് അവൾക്ക് എന്താണ് പറഞ്ഞതെന്ന ബോധം വന്ന്. അത് പിന്നെ ഒരു സ്വപ്നം കണ്ടതാ. കിച്ചവളുടെ തുടുത്ത കവിളിൽ ചുണ്ടിയേർത്തു. ബാൽക്കണി വാതിലിന്റെ അടുത്ത് നിന്ന് അവൻ അവളെ നോക്കി. നെഞ്ചുവരെ പുതപ്പ് മറച്ച് തന്നിൽ മിഴികൾ ഉറപ്പിച്ചിരിക്കുകയാണ് കുഞ്ഞി. അവൻ ചുണ്ടുകൾ കൂർപ്പിച്ച് ഒരു ഉമ്മ കൂടി കൊടുത്തുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ശേഷം വാതിൽ പുറത്തുനിന്ന് തന്നെ അടച്ചു. ബാൽക്കണി ഏരിയയിൽ ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ കൊമ്പിലൂടെ ഇറങ്ങി താഴേക്ക് പോയി. പിറ്റേന്ന് രാത്രി അത്യാവശ്യ സാധനങ്ങളും എടുത്ത് മൂവരും വീട് പൂട്ടി പുറത്തിറങ്ങി. ഗായത്രി ബാഗുകൾ കാറിന്റെ ഡിക്കിൽ വെച്ച ശേഷം കാറിലേക്ക് കയറി. നമ്മൾ എവിടേക്കാച്ചാ പോകുന്നേ? ട്രിവാൻഡ്രം. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് അവിടുത്തെ ഫേമസ് ഓങ്കോളജി സ്പെഷ്യലിസ്റ്റാ, മിസ്റ്റർ മാധവ് മോഹൻ. കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ താമസത്തിനുള്ള സൗകര്യം ചെയ്തു തരാം, അങ്ങ് എത്തിയാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു. ഗാഥ വിൻഡോയിലൂടെ കിച്ചുവിന്റെ വീട്ടിലേക്ക് നോക്കി. അവന്റെ മുറിയുടെ ഭാഗത്തേക്ക് അവിടെ നോട്ടം പാഞ്ഞു. കാറ് മുന്നോട്ട് പോയിട്ടും അവളുടെ മിഴികളും മനസ്സും അവിടെ നിന്ന് വരാൻ തയ്യാറായിരുന്നില്ല. പ്രസന്റ്. അവിടുന്ന് വന്നതിന് ശേഷം മോളാകെ ഡെസ്പായിരുന്നു. കിച്ചു മോനെ ഇന്നലെ നേരി കാണുന്ന നിമിഷം വരെ അവൾ നിന്നെ ഓർത്ത് നേറിയിട്ടുണ്ട് മോനെ. ഒന്ന് കാണാൻ, അടുത്ത ജന്മത്തിൽ നിന്റെ മാത്രം സ്വന്തമായിട്ട്, നിന്റെ മക്കൾക്ക് അമ്മയായിട്ട്,
അവസാന കാലം വരെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് മാത്രമായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ പ്രാർത്ഥന. കിച്ചുവിന്റെ കരം കവർന്നുകൊണ്ട് നന്ദൻ പറഞ്ഞവസാനിപ്പിച്ചു. കിച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ വീണ്ടും ഗാഥയ്ക്കരികിലെത്തി. ഒരു വാക്കിനോട് പറയായിരുന്നില്ല പെണ്ണെ, ഇത്രയൊക്കെ നമ്മൾ രണ്ടാളും വേദനിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഒരു കുഞ്ഞാണ് നമ്മുടെ പ്രണയത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് നീ ചിന്തിച്ചോ കുഞ്ഞി? അത്രയും നീ ഒന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂ. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് നിനക്കെന്നെ ഉപേക്ഷിച്ചു പോകാൻ തോന്നിയല്ലേ? ഇനിയും നിന്നെ തനിച്ചാക്കാൻ ഞാൻ തയ്യാറല്ല. ഞാനുണ്ടാവും കൂടെ. കിച്ചോളപ്പുണർന്നു. അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധി പറയുമ്പോൾ അവളുടെ ഹൃദയം അവനിൽ ചേർന്ന് നിൽക്കാൻ കൊതിച്ചു. ചേർന്ന് നിൽക്കുമ്പോൾ രണ്ടുപേരുടെയും മിഴികൾ പെയ്യുന്നുണ്ടായിരുന്നു. ഇരുവരുടെയും കണ്ണുനീരിന് അവരുടെ ഉള്ളിലെ പ്രണയത്തെക്കുറിച്ച് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. കണ്ണുനീന്നവരിൽ ആഹ്ലാദം മലതല്ലി. അവർക്കായി ആ നിമിഷം വിട്ടുകൊടുത്തുകൊണ്ട് മറ്റുള്ളവർ മാറിക്കൊടുത്തു. ഇപ്പൊ ഗാഥയുടെ കണ്ടീഷൻ എന്നതാങ്കൾ? സീറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് സണ്ണി ചോദിച്ചു. ക്യാൻസർ സെൽസിനെ പൂർണ്ണമായിട്ട് അവളുടെ ശരീരത്തിൽ നിന്ന് അകറ്റി. ആദ്യം മുതൽക്കേ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയുകൊണ്ട് ഭേദമാക്കാൻ കഴിയുമെന്ന ഭയമില്ലായിരുന്നു. പക്ഷേ ഗർഭപാത്രത്തിനൊരു കുഞ്ഞിന് ശേഷിയില്ല. ഡോക്ടർ മാധുമോഹന്റെ ഹോസ്പിറ്റലിൽ തന്നെയുള്ള സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് ഫെർണാണ്ടസിനെ കഴിഞ്ഞ വീക്ക് മോളെ കൊണ്ട് കാണിച്ചിരുന്നു. ആ ഡോക്ടർ കുറച്ച് ടെസ്റ്റുകളും സ്കാനിങ്ങുകളും പറഞ്ഞിട്ടുണ്ട്. എല്ലാ ടെസ്റ്റും ചെയ്തു. റിസൾട്ട് നാളെ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ചികിത്സയും മറ്റും കഴിഞ്ഞോ? ഇനി ഗൈനിക്കിന്റെ കൺസൾട്ടേഷൻ മാത്രമേ ഉള്ളൂ? അജുവിന്റെ ചോദ്യത്തിന് മറുപടി നൽകിയത് ഗായത്രി ആയിരുന്നു. അതേ മോനെ, നാളെ ആ റിസൾട്ട് വാങ്ങി എലിസബത്ത് മാഡത്തിനെ കാണേണ്ട. എങ്കിൽ നിങ്ങൾ പോകുമ്പോൾ കിച്ചു അജുവും കൂടി കൂടെ വരും. അത്രയും പറഞ്ഞ സണ്ണി അജുവിനെ നേരെ തിരിഞ്ഞു. അജു, നീ നാളെ കിച്ചുവിനെയും കൂട്ടി അങ്ങോട്ട് കൂടെ ഒക്കെ പോകണം. കാര്യങ്ങളാ വിശദമായിട്ട് ചോദിച്ചറിയണം. ഞങ്ങൾക്ക് നാളെ ഒരു വിരുന്നുണ്ട്. വൈകിട്ട് തിരിച്ചെത്തും. അജു അതിന് സമ്മതം അറിയിച്ചു. അപ്പോഴേക്കും കിച്ചുവും കുഞ്ഞി അവർക്കടുത്തേക്ക് വന്നു. അവളുടെ മുഖം കണ്ടാൽ അറിയാം വീണ്ടും കരഞ്ഞു എന്ന്. കിച്ചുവിന്റെ മിഴികളും പെയ്തു തോർന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു. എന്നാലും ഗാഥെ, നീ ഇത്രയും ഞങ്ങളുടെ ചെക്കനെ വിഷമിപ്പിക്കണ്ടായിരുന്നു കേട്ടോ. ഒരു വാക്ക് അവനോട് ഇതേപറ്റി പറഞ്ഞിരുന്നെങ്കിൽ രണ്ടാൾക്ക് ഇപ്പൊ സന്തോഷത്തോടെ ജീവിക്കായിരുന്നില്ലേ? അജു കളിയായി ചോദിച്ചു. ഗാഥ നിർവികാരതയോടെ കിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. അവനൊന്ന് കണ്ണു ചെമ്മി ചിരിച്ചു. സണ്ണി അവിടെ നാളത്തെ പ്ലാൻ കിച്ചുവിനോട് പറഞ്ഞു. ശേഷം നാളെ കാണാമെന്ന് പറഞ്ഞ സണ്ണിയുടെ വീട്ടിലേക്ക് പോയി. ഇച്ചായ വീട്ടിൽ വന്ന ശേഷം നേരെ നീയയുടെ കൈയും പിടിച്ച് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയ സണ്ണിയെ സീനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് വിളിച്ചു. എന്നതാടി? അവനവളെ സംശയത്തോടെ നോക്കി. മറ്റുള്ളവരും അവളെന്താ പറയാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചു. അത് പിന്നെ ഇച്ചാൻ എനിക്ക് ഏതാണ്ട് സർപ്രൈസ് തരാന്ന് പറഞ്ഞില്ലേ? ആ യെസ് മറന്നുപോയി. ഡാ അജു, സർപ്രൈസ് എത്താറായടാ. സണ്ണിയുടെ ചോദ്യം കേട്ട് സീൻ അജുവിനെ ആശ്ചര്യത്തോടെ നോക്കി. 1 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യണം. അജുവിന്റെ മറുപടിയും കൂടി കേട്ട് അവൾക്ക് ദേഷ്യം വന്നു. മുഖവും വെട്ടിച്ച് കാണിച്ചുകൊണ്ട് അവൾ ചവിട്ടിക്കുലുക്കി മുറിയിലേക്ക് പോയി. മുറിയിൽ ചെന്നവാളെ കട്ടിൽ പോയി വീണു. അജുവിന്റെ കുസൃതി നിറഞ്ഞ മുഖം മനസ്സിലേക്ക് വന്നതും ചൊടികൾ മനോഹരമായെന്ന് വിടർന്നു. എപ്പോഴോ പതിയെ മയക്കത്തിലേക്ക് വീണു. ഒരുറക്കത്തിന് ശേഷം എഴുന്നേറ്റ് കണ്ണും തിരുമ്മി സ്റ്റെയർ ഇറങ്ങി വരുമ്പോഴാണ് ലിവിംഗ് റൂമിൽ കുറച്ചുപേര് പപ്പച്ചിയോട് ഇച്ചായനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീനെ കാണുന്നത്. അപ്പോൾ തന്നെ അവരവളെ കണ്ടിരുന്നു. ആ നീ എഴുന്നേറ്റോ? ഇതാ എന്റെ മോള് സീന. ആദ്യം സീനയോടും രണ്ടാമത് മുന്നിലുള്ളവരോടുമായി പറഞ്ഞ കുര്യൻ. ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും അവൾ അവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അവിടെ ചായട്ടുണ്ട് നിൽക്കുകയാണ് സീനയുടെ അമ്മച്ചി കത്രീന. നീയും തൊട്ടടുത്ത് തന്നെയുണ്ട്. ആ ഉറക്ക കഴിഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റി? നീ അവളെ കണ്ണം ചോദിച്ചു. കഴിഞ്ഞു. ചേട്ടത്തിക്ക് ആരെയും പേര് പറഞ്ഞെന്നെ ഇച്ചാനാവും അല്ലേ? പറഞ്ഞുകൊടുത്തന്നെ അവൾ നീയെ ചുറ്റിപ്പിടിച്ചെന്നു. ആരാ കത്രീനെ കൊച്ചി ഇവരൊക്കെ? അതൊക്കെ പറയാം. നീ ഈ കോലത്തിലാണ് അവരുടെ മുന്നിലേക്ക് വന്നേ? അവളെ നിന്ന് അടിമുടി നോക്കിക്കൊണ്ടാണ് കത്രീന ചോദിച്ചത്. അതിനെന്നാ, പിന്നെ ഞാൻ ഇറങ്ങി വരുമ്പോഴാ അവിടെ ആളുണ്ടെന്ന് തന്നെ അറിയുന്നത്. അവൾ സ്വയം ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഗാഥയുടെ വീട്ടിൽ പോയപ്പോഴിട്ട ഫ്ലോറൽ പ്രിന്റഡ് സ്കൈ ബ്ലൂ നീ ലെങ്ത് സ്കേർട്ടും പ്ലെയിൻ റെഡ് കളർ സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പുമാണ് അവിടെ വേഷം. നീ ഒരു കാര്യം ചെയ്യും, ആദ്യം റൂം പോയി ഒരു ചുരിദാർ ഇട്ടേച്ചു വാ. അതെന്നാത്തിനാ? അവർ നിന്നെ കാണാൻ വന്നാണോ? അതൊക്കെ അറിഞ്ഞാലേ നീ ഞാൻ പറയുന്ന അനുസരിക്കുന്നുണ്ടോ സീനെ? അമ്മച്ചിയുടെയും മോടെയും വർത്തമാനം കേട്ട് നീ ആ വായും പൊത്തി ചിരി കടിച്ചമർത്തുന്നുണ്ട്. സീന സംശയരൂപേണ രണ്ടാളെയും നോക്കിയ ശേഷം ഡ്രസ്സ് മാറ്റാനായി പോയി. ഡ്രസ്സ് മാറി തിരിച്ചു വന്നപ്പോഴേക്കും അമ്മച്ചി ചായ കപ്പിൽ പകർത്തി ട്രെയിൽ വെക്കുകയാണ്. അമ്മച്ചി ആ വന്നോ? മോൾ ഇത് കൊണ്ടുപോയി അവർക്ക് കൊടുക്ക്. പപ്പച്ചിയുടെ ഫ്രണ്ടും ഫാമിലിയാ. എന്നത് അമ്മച്ചി ഇതൊക്കെ? അവരെന്നെ എന്നെ പെണ്ണാണ വന്നാണോ? ചോദിക്കുമ്പോൾ അവളുടെ സ്വര ഇടറുന്നുണ്ടായിരുന്നു. നിറഞ്ഞു വന്ന കണ്ണുനീനെ കണ്ണിൽ തന്നെ തടഞ്ഞു നിർത്തി. അത് പിന്നെ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അവരുടെ മകന് വേണ്ടി നിന്നെ. ഇല്ല അമ്മച്ചി, എനിക്ക് ഈ റിലേഷൻ താല്പര്യമില്ല. ഞാൻ പോവില്ല ചായയും കൊണ്ട് അങ്ങോട്ട്. ശരി, അതൊക്കെ പിന്നത്തെ കാര്യമില്ലേ. നീ ഇപ്പൊ ഇതൊന്ന് കൊണ്ടുകൊടുക്കൂ കുഞ്ഞെ. വന്നേക്കുന്നവരുടെ മുമ്പിൽ നീ പപ്പച്ചിയെ നാണം കെടുത്തരുത്. ആ വാക്കിൽ അവൾ കുരുങ്ങി. അവളുടെ പപ്പച്ചിക്ക് വേണ്ടി അവൾ അമ്മച്ചി കൊടുത്ത ചായയുമായി ഹാളിലേക്ക് ചെന്നു. പിന്നാലെ പോയ അമ്മച്ചിയുടെയും നീയുടെയും ചുണ്ടിൽ ചെറുപുഞ്ചിരി ഉണ്ടായിരുന്നു. ആരുടെയും മുഖത്തേക്ക് നോക്കാതെ തന്നെ അവൾ ചായ കൊടുക്കാൻ തുടങ്ങി. ചെറുക്കൻ ആദ്യം കൊടുക്കുമോളെ. ആ കൂട്ടത്തിൽ മുതിർന്ന പുരുഷൻ പറഞ്ഞും അയാൾക്കടുത്ത് തന്നെ ഇരുന്ന സുമുഖനായ ചെറുപ്പക്കാരൻ അവളെ നോക്കി. സുന്ദരനാണ്. വൈറ്റ് ഷർട്ടും ലൈറ്റ് ബ്ലൂ ജീനുമാണ് വേഷം. ആരോഗ്യ ദൃഢഗാത്രനായ ഒരുവൻ. കട്ടിമീശയും കൂട്ടിമുട്ടിയ പുരികവും ക്ലീൻ ഷേവ് ചെയ്ത താടിയും വെട്ടിയൊതുക്കിയ മുടിയും. ഒറ്റ നോട്ടത്തിൽ പോലീസാണെന്ന് തോന്നിപ്പിക്കും. എവിടെയോ കണ്ടു മറന്ന രൂപം പോലെ തോന്നിയവൾക്ക്. അയ്യോ ഞാനല്ല, അതാ പയ്യൻ.
ആൾക്ക് പിന്നിലേക്ക് ചൂണ്ടി അവൻ പറയുമ്പോൾ അവൾ ജാളിതയോടെ തിരിഞ്ഞു. അമ്മയ്ക്കും അനിയത്തിക്കിടയിൽ ഇരുന്നവൻ കുറച്ചുകൂടി മുന്നോട്ടേക്ക് ആഞ്ഞിരുന്നു. അജൂക്ക? അവളുടെ മിഴികളിൽ അത്ഭുതത്തോടൊപ്പം അവനോടുള്ള പ്രണയവും പരിഭവവും അടങ്ങാത്ത സന്തോഷവും നിറഞ്ഞു. അവനിൽ മനോഹരമായൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അവൾ നിറഞ്ഞ മിഴികളോടെ തന്നെ തിരിഞ്ഞ് സണ്ണിയെ നോക്കി. സെക്കൻഡ് സർപ്രൈസ്. സണ്ണി കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി. മോൾക്ക് ഞങ്ങളോട് ദേഷ്യം തോന്നരുത്, ഇവൻ പറഞ്ഞിട്ടാണ് ഞങ്ങളും അവനൊപ്പം നിന്നേ. നേരത്തെ സംസാരിച്ച ആൾ വീണ്ടും പറഞ്ഞു. അതിനവൾ അജുവിനെ കൂർപ്പിച്ച് നോക്കി. അജു വെളുക്കിയെന്ന് വിളിച്ചു കാണിച്ചു. മോൾക്ക് ഞങ്ങളിത് മനസ്സിലായിണ്ടാവില്ല. ഞാനിവന്റെ വല്യപ്പ അമീത്, അതായത് ഓന്റെ ഉപ്പാന്റെ മൂത്ത. ഇതാതില് അജുവിന്റെ അനിയനാ, പോലീസിലാ. അജുവിന്റെ വല്യപ്പ പറഞ്ഞു കഴിഞ്ഞതും ഉപ്പ മൊയ്തു മറ്റുള്ളവരെ പരിചയപ്പെടുത്തി. ഞാൻ ഉപ്പ മൊയ്തു, ഇത് അജുവിന്റെ ഉമ്മ ആമിന, ഇത് ഞമ്മളെ മൂന്നാമത്തെ മോള് ജാസ്മിൻ, അത് ബല്യക്കാരന്റെ ബീവി സാജറ. പിന്നെ ബല്യക്കാക്ക് 2 മക്കളാ, 2 പുറത്താ. സെമീറും സായിനി, 2 നിക്കാഹൊക്കെ കഴിഞ്ഞ. ഡോക്ടർ നമ്പർ 18 ഗാഥാനന്ദൻ. ഡോക്ടർ എലിസബത്ത് ഫെർണാണ്ടസ് എന്ന ബോർഡ് താഴെയുള്ള റൂമിൽ നിന്ന് സിസ്റ്റർ പുറത്തേക്ക് വന്ന് വിളിച്ചു. നന്ദനും കിച്ചു, അജുവും കുഞ്ഞിയും കൂടിയായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയത്. നന്ദൻ കിച്ചുവിനോടും കുഞ്ഞിയോടും പോയി ഡോക്ടറിനെ കണ്ടു വരാൻ പറഞ്ഞു. അജുവും നന്ദുവും വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോയി. കിച്ചുവും കുഞ്ഞിയും ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറി. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്, കം ആൻഡ് സിറ്റ്. എലിസബത്ത് രണ്ടുപേരെയും നോക്കി പറഞ്ഞു. ഗാഥ അല്ലേ? ടെസ്റ്റ് റിസൾട്ടൊക്കെ കിട്ടിയില്ലേ? ഗാഥ ഉടൻ തന്നെ റിസൾട്ടുകളെല്ലാം എടുത്ത് ഡോക്ടറുടെ കയ്യിൽ കൊടുത്തു. എലിസബത്ത് റിസൾട്ടുകളെല്ലാം പരിശോധിച്ചു. ഗാഥ മാരീഡാണോ? അല്ല ഡോക്ടർ. അപ്പോൾ ഇത്? എലിസബത്ത് കിച്ചുവിനെ ചോദിച്ചു. ഞാൻ ഗാഥയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് മാം. എന്താ മാം, എന്താണെങ്കിലും പറഞ്ഞോളൂ. കാര്യങ്ങളെല്ലാം ഞാൻ പറയാത്തതിന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഗാഥയെ ആദ്യം കൺസൾട്ട് ചെയ്ത ഡോക്ടർ. വാട്ട് യുവർ നെയിം ഗാഥ? മാഡം അശ്വതി. യെസ് അശ്വതി. അശ്വതി പറഞ്ഞൊക്കെ തന്നെ എനിക്കും പറയാൻ സാധിക്കൂ. ചികിത്സ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് ഗാഥയുടെ കാര്യത്തിൽ ഇമ്പോസിബിളാണ്. ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം രണ്ടുപേരും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓൾറെഡി കീമോയും മറ്റും കഴിഞ്ഞ ഒരാളാണ് ഗാഥ. ക്യാൻസർ തന്നെ വിട്ട് പൂർണ്ണമായിട്ട് അകന്നെന്ന് പറയുമ്പോഴും തൻ്റെ ഹെൽത്ത് അതിപ്പോഴും നോർമലായിട്ടില്ല. ഗാഥയ്ക്ക് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യണമെന്ന് തന്നെ എനിക്ക് റെഫർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞെന്ന സ്വപ്നമായിട്ട് അവശേഷിക്കുന്നതാണോ? കിച്ചു അവൻ്റെ ഉള്ളിലെ സംശയം ചോദിച്ചു. ഹേയ് നോ മിസ്റ്റർ. കാർത്തിക് ശേഖർ. കാർത്തിക്, ഗാഥയുടെ ശരീരത്തിന് കുഞ്ഞിനെ ഉദരത്തിൽ താങ്ങാൻ കഴിയില്ല. പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു വലിയ പ്രക്രിയ. ഈ ലോകത്ത് ജന്മം നൽകാൻ കഴിയുന്ന 2 ശക്തിയുള്ളൂ. അതിലൊന്ന് ഈശ്വരനും മറ്റൊന്ന് സ്ത്രീയുമാണ്. സ്ത്രീയിൽ നടക്കുന്ന ഒരു വലിയ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഏകദേശം 10-15 വയസ്സ് മുതലുണ്ടാകുന്ന മെൻസസ് അല്ലെങ്കിൽ മെൻസ്ട്രുവേഷൻ. ഈ സമയത്തും പ്രഗ്നൻസി മുതൽ പ്രസവം വരെ ഒരു സ്ത്രീ ഒരുപാട് പെയിനും മൂഡ് സ്വിങ്സും അനുഭവിക്കേണ്ടി വരും. നിർഭാഗ്യവശാൽ ഇതൊന്നും ഗാഥയ്ക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി താങ്ങാൻ കഴിയില്ല. ഗാഥ തനിക്ക് പീരിയഡ്സൊക്കെ കറക്റ്റായിട്ട് ഡോക്ടർ പറഞ്ഞൊക്കെ അവർ കാര്യമായി തന്നെ ശ്രദ്ധിച്ചിരുന്നു. ഡോക്ടറുടെ ചോദ്യത്തിന് അവൾ മെൻസസ് നടക്കുന്നുണ്ടെന്ന് മറുപടി കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ കാർത്തികാൻ ഗാഥ. ഗാഥയിൽ പ്രഗ്നൻസി അലൗഡ് അല്ല, പക്ഷേ നിങ്ങളുടെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ലാളിക്കാൻ സാധിക്കും. IVF, സെറോഗസി പോലെ ഇപ്പോൾ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഗാഥയുടെ ഗർഭപാത്രത്തിന് കട്ടി കുറവുണ്ടെങ്കിലും ഗാഥയിൽ ഇപ്പോഴും മെൻസ്ട്രേഷൻ നടക്കുന്നുണ്ട്, അതായത് അണ്ടോൽപാദനം നടക്കുന്നുണ്ട്. ഗാഥയുടെ അണ്ടവും കാർത്തികിൻ്റെ ബീജവും ചില പ്രോസസ്സിലൂടെ മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ ചോരയിൽ തന്നെ പിറന്ന ഒരു കുഞ്ഞെനിക്കുന്ന പ്രോസസ്സാണ് സെറോഗസി എന്ന് പറയുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. നിങ്ങൾ ആ രീതിയിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് അതിനുവേണ്ട പ്രിപ്പറേഷൻസും പേപ്പേഴ്സും എല്ലാം റെഡിയാക്കാം. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം വന്നാൽ മതി. താങ്ക് യു മാം, ഇപ്പോഴാണ് സമാധാനമായത്. എങ്ങനെ ഞങ്ങൾ നന്ദി പറയേണ്ടത്? ഞങ്ങൾ പോട്ടെ മാം. കുഞ്ഞിക്ക് സന്തോഷം കൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ നിറഞ്ഞ മിഴികളോടെ നന്ദി സൂചകമായി ഡോക്ടറെ നോക്കി കൈകൂപ്പി. എലിസബത്ത് അവളെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. കിച്ചു അവളെയും ചേർത്ത് പിടിച്ച് പുറത്തിറങ്ങി. 2 ദിവസം കൂടി കടന്നുപോയി. ഇന്ന് കുഞ്ഞിയും കിച്ചുവും നന്ദനും ഗായത്രി അജുവും തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അജുവിനെയും സീനയുടെയും വിവാഹം ഉറപ്പിച്ച ശേഷമാണ് അജുവിന്റെ വീട്ടുകാർ തിരികെ പോയത്. കിച്ചു ഗാഥയും അമ്മയും അച്ഛനെയും കൂട്ടി വീട്ടിൽ ചെന്നപ്പോൾ വിമല ദേഷ്യപ്പെടുകയും കുത്തുവാക്കൾ പറഞ്ഞ് അവളെ വേദനിപ്പിക്കുകയും ചെയ്തു. കിച്ചു, നീ ഇത് എന്ത് ഭാവിച്ച? ഞാൻ പറയുന്ന അനുസരിക്കാൻ പോലും നീ തയ്യാറല്ലേ? വിമല കലിയടങ്ങാതെ ചോദിച്ചു. അവസാനമായപ്പോഴേക്കും അവരുടെ സ്വരമിടറിയിരുന്നു. അമ്മയെ ഞാൻ പറയുന്നതും സമാധാനത്തോടെ കേൾക്കാൻ അമ്മ തയ്യാറാവണം. വിമലയെ സോഫയിൽ പിടിച്ചിരുത്തി. സണ്ണിയുടെ കല്യാണത്തിന് അന്ന് അവളെ കണ്ട മുതൽ ഡോക്ടറെ കാണാൻ പോയതും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വിമലയോട് പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം വിമലയിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. നീ പറഞ്ഞു വന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവള് പെറുന്ന്. അമ്മയുടെ സംസാരം കേട്ട് അവനാകെ വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. അവൻ ഇരു കണ്ണുകൾ മുറുകെ അടച്ചുറന്ന് ദേഷ്യം നിയന്ത്രിച്ചു. എന്തായാലും ഞാൻ എൻ്റെ പെണ്ണിന്റെ കഴുത്തിൽ താലിയിട്ടാൻ തീരുമാനിച്ചു. ഉടനെയുള്ള ഏതെങ്കിലും നല്ലൊരു മുഹൂർത്തത്തിൽ ഞാൻ അവളെ താലിയിട്ട് സ്വന്താക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരേ ഒരു മകന്റെ കല്യാണം കൂടെ ഇന്ന് നടത്തണമെങ്കിൽ നടത്താം. അല്ല, അമ്മ പങ്കെടുത്തില്ലെങ്കിലും ഞാൻ ഇവളെ വിവാഹം കഴിക്കും. അവന്റെ ആ വാക്കുകൾ വിമലിൽ ഞെട്ടൽ നിറച്ചു. കിച്ചു ഗാഥയോടും അച്ഛനോടും അമ്മയോടും വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ശേഷം അവന്റെ മുറിയിലേക്ക് പോയി. വിമല അപ്പോഴാ ഇരിപ്പായിരുന്നു. പിന്നെയും ആഴ്ചകൾ കടന്നുപോയി. ഇതിനിടയിൽ കിച്ചുവും നന്ദനും കൂടി വിവാഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ശരിയാക്കി. ആദ്യമൊന്നും ഒന്നിൽ ഇടപെടാൻ മാറിയെന്നെങ്കിലും കിച്ചുവിന്റെ വിവാഹത്തിൽ പങ്കുകൊള്ളാൻ മാറി നിൽക്കാൻ ആ അമ്മ മനസ്സിന് കഴിയുമായിരുന്നില്ല. വീടിനടുത്ത് തന്നെയുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം.
ചെറിയൊരു ചടങ്ങായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടു കൂട്ടരുടെയും ബന്ധുക്കളും സണ്ണിയും അജു അവരുടെ കുടുംബങ്ങളും മാത്രമേ ഈ വിവാഹത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു ദിവസം. കുഞ്ഞി കുഞ്ഞി ഒന്ന് വേഗം വന്നേ. ജോലിക്ക് പോയ കിച്ചു പോയതിനേക്കാളും വേഗത്തിൽ തിരിച്ചു വന്ന് വിളിച്ചു. എന്താ കിച്ചേട്ടാ? അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് ഗാഥയും പരിഭ്രമത്തോടെ തിരക്കി. ശാലിനി ചേച്ചിക്ക് പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ പോവാ. നമുക്ക് വേഗം അവിടേക്ക് ചെല്ലണം. അമ്മയുടെയാ? ഞാനിവിടെയുണ്ട്. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നേ? മുറിയിൽ നിന്ന് വെമലി ഹാളിലേക്ക് വന്നു. അമ്മേ, ശാലിനി ചേച്ചിക്ക് ഡെലിവറി പെയിൻ വന്നു, ഹോസ്പിറ്റലിൽ പോവാ. ഓ, നിന്റെ വെപ്രാളവും പരവേശം കണ്ടാ തോന്നും നിന്റെ ഭാര്യയ്ക്ക് ആ വേദന വന്നെന്ന്. ആ വാക്കുകളിൽ വേദനിച്ച കുഞ്ഞിക്കായിരുന്നു. തൽക്കാലം അമ്മയോട് തർക്കിച്ചിരിക്കാൻ ഇപ്പൊ സമയമില്ല. കുഞ്ഞി, നീ വേഗം പോയി റെഡി ആയിട്ട് വാ. പിന്നെ അമ്മേ, ശാലിനി ചേച്ചിയുടെ ഉദരത്തിലുള്ളത് എൻ്റെ ഇവിടെയും കുഞ്ഞാണ്. അമ്മയുടെ കൂടെ ചോരയാ. അമ്മയ്ക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം പോയി റെഡി ആയിട്ട് വാ. അത്രയും പറഞ്ഞ് അവൻ പോയി കാറിന്റെ കീമെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. ഒരു നിമിഷത്തിന് ശേഷം വിമല അകത്തേക്ക് പോയി. കുഞ്ഞിയും കിച്ചും കാറിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് വിമല റെഡിയായി വാതിലും പൂട്ടി ഇറങ്ങുന്നത്. ആ കാഴ്ച രണ്ടാളിലും വ്യാകുലതകൾക്കിടയിലും ചൊടികളിൽ പുഞ്ചിരി വിരിയിച്ചു. ശാലിനി കിച്ചുവിന്റെയും ഗാഥയുടെയും കുഞ്ഞിന്റെ സറോഗേറ്റ് മദറാണ്. എലിസബത്ത് ഡോക്ടറിന്റെ പരിചയത്തിലുള്ളതാണ് ശാലിനി. ശാലിനി ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ്. ശാലിനിയും ഭർത്താവും ഭർത്താവിന്റെ 2 പെൺമക്കളും ഭർത്താവിന്റെ അമ്മയുമാണുള്ളത്. ഭർത്താവ് രാജേഷ് കൂലിപ്പണിക്കാരനാണ്. ശാലിനിയുടെ ഇളയ കുഞ്ഞിന് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്ന വളരെ കുറച്ചാണ്. അതിനൊരു സർജറി വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ആ സർജറിക്ക് വേണ്ട പണം കൂലിപ്പണിക്കാനായി രാജേഷിന് കണ്ടെത്താനാവുന്നതിലധികമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എലിസബത്ത് ഒരു ദിവസം വിളിച്ച് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. കുഞ്ഞിന്റെ ഓപ്പറേഷനുള്ള പണം കാർത്തിക്കും നന്ദനും കൂടി കൊടുത്തു. അങ്ങനെ ശാലിനി കിച്ചുവിന്റെയും ഗാദിന്റെയും കുഞ്ഞിനെ ഉദരത്തിൽ പേറി. 6 മാസം വരെ കുഞ്ഞ് ശാലിനിക്കൊപ്പം നിൽക്കട്ടെ എന്ന് കുഞ്ഞിയും കിച്ചുവും പറഞ്ഞു. അതിനുവേണ്ട സൗകര്യങ്ങളും നന്ദൻ അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കിച്ചുവിന്റെ കാർ TK ഹോസ്പിറ്റലിന്റെ പാലക്കാട് ബ്രാഞ്ച് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വന്ന് നിന്നു. അമ്മയും കുഞ്ഞിനെ എൻട്രൻസിൽ ഇറക്കി കിച്ചു കാറ് പാർക്ക് ചെയ്യാൻ പോയി. അപ്പോഴേക്കും ഗാഥ ഏറിയ നെഞ്ചിടപ്പോടെ തന്നെ റിസപ്ഷനിലേക്ക് പോയി. ലേബർ റൂം ഏത് ഫ്ലോറിലാണെന്ന് അന്വേഷിച്ചു വന്നു. അവൾ തിരിച്ചെത്തിയപ്പോഴേക്കും കിച്ചു അമ്മയുടെ അടുത്തെത്തിയിരുന്നു. മൂവരിൽ ലേബർ റൂമിന്റെ അടുത്തേക്ക് പോയി. ഗാഥയോടും കാർത്തികിനോടും പലതും പറഞ്ഞ് വിഷമിക്കുമെങ്കിലും മകന്റെ കുഞ്ഞിനെ കാണാനും ലാളിക്കാനും അവരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അവർ ലേബർ റൂമിന് മുമ്പിലെത്തുമ്പോൾ അവിടെ രാജേഷ് നിൽപ്പുണ്ട്. രാജേട്ടാ, ശാലിനി ചേച്ചി? ഏറിയ നെഞ്ചിരിപ്പോൾ തന്നെ കിച്ചു ചോദിച്ചു. അവൻ ആ നിമിഷം ഒരു അച്ഛന്റെ ആവലാതി അറിഞ്ഞു. അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കാർത്തിക്. എലിസബത്ത് മേഡം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തുമ്പോൾ മേഡം അകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോഴേക്കും നന്ദനും ഗായത്രിയും എത്തി. ശാലിനി അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഏകദേശം അരമണിക്കൂറായി. ഡോക്ടർമാരും നഴ്സുമാരോ പുറത്തേക്ക് വരാത്ത എല്ലാവരുടെയും ടെൻഷനിലെ തോത് വർദ്ധിപ്പിച്ചു. ഗാഥ ഒരു ആശ്വാസം എന്നോണം കിച്ചുവിന്റെ തോളിലേക്ക് തലയാഴ്ച വെച്ച് അവന്റെ കയ്യിൽ കൈ ചുറ്റി ശാലിനിക്ക് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥനയോടെ ഇരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും ഡോക്ടർ എലിസബത്ത് ലേബർ റൂമിന്റെ ഡോർ ഒന്ന് പുറത്തേക്ക് വന്നു. എലിസബത്തിനെ കണ്ടത് രാജേഷും കിച്ചുവും കുഞ്ഞിയും അവർക്കടുത്തേക്ക് ചെന്നു. ഡോണ്ട് വറി, എവറിത്തിങ് ഈസ് ഓക്കെ. നോർമൽ ഡെലിവറി തന്നെയാണ്. പെയിന് വന്നെങ്കിലും കുഞ്ഞ് പുറത്തേക്ക് വരാൻ ടൈം എടുത്തു. അവരുടെ മുഖത്തെ വെപ്രാളം വായിച്ചെടുത്തുകൊണ്ട് എലിസബത്ത് പറഞ്ഞു. ആൺകുട്ടിയാ? ആ വാർത്തയിൽ ഇരു പിതൃഹൃദയവും ആനന്ദ നിർവൃതിയിൽ നിറഞ്ഞു. ഗാഥ ഒന്നും പറയാനാവാതെ അതീവ സന്തോഷത്തോടെ നീർമുത്തുകൾ ഉരുണ്ടുകൂടിയ മിഴികളോടെ നിന്നു. കിച്ചോളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എല്ലാവരിലും സന്തോഷത്തിന്റെ കുളിർമഴ പെയ്തു. മാഡം, ശാലിനി. രാജേഷ് ഉത്കണ്ഠയോട് ആരാഞ്ഞു. പേടിക്കണ്ട, ഷീസ് ഓക്കെ. സ്ട്രെയിൻ ചെയ്തിന് മയക്കത്തില്ല. സിസ്റ്റർ രേഷ്മ? അത്രയും പറഞ്ഞ ശേഷം ലേബർ റൂമിനകത്തേക്ക് നോക്കി ഡോക്ടർ വിളിച്ചു. കുഞ്ഞിന്റെ ഫസ്റ്റ് ഫീഡിങ് കൊടുക്കുകയായിരുന്നു. അതാ കുഞ്ഞിനെ ഇതുവരെയും കൊണ്ടുവരാതിരുന്നു. ഡോക്ടർ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴത്തേക്കും സിസ്റ്റർ ഇളർ റോസിട്ട് അറക്കിൽ പൊതിഞ്ഞ വെളുത്തുരുണ്ട കുഞ്ഞിച്ചക്കനെയും കൊണ്ട് പുറത്തേക്ക് വന്നു. കുഞ്ഞിനെ കണ്ടത് എല്ലാവരുടെയും മിഴികൾ ഒരുപോലെ വിടർന്നു. ഗാഥ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി. കുഞ്ഞിന്റെ മുഖം കാണും തോറും അവളുടെ മാറുകൾ ചുരത്താൻ കൊതിച്ചു. കുഞ്ഞിന്റെ നെറ്റിൽ നനുത്തൊരു ചുംബനം കൊടുത്തു. ഈ നിമിഷം മുതൽ താനൊരു പൊന്നോമനയുടെ അമ്മയാണെന്ന തിരിച്ചറിവ് അവളിൽ അതിയായ സന്തോഷം നിറച്ചു. കുഞ്ഞിനെ കിച്ചുവും രാജേഷും എടുത്തു. ശേഷം കിച്ചു കുഞ്ഞിനെ നന്ദന്റെ കയ്യിൽ കൊടുക്കാൻ തുടങ്ങിയതും നന്ദൻ കിച്ചുവിനെ തടഞ്ഞു. വിമലേച്ചിയുടെ കൈ കൊടുക്കുമോനെ. കിച്ചു കുഞ്ഞിനെയും കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, കുഞ്ഞിനെ ഒന്ന് എടുക്കാമേ. കുഞ്ഞിയെ പോരണ്ടല്ലേ കുഞ്ഞിച്ചക്കനെ കാണാൻ. അതും പറഞ്ഞ് അവൻ കുഞ്ഞിനെ അമ്മയുടെ മുഖത്തിന് മുന്നിലേക്ക് നീട്ടി. അവരുടെ പരിഭവങ്ങളും പരാതികളും തീരാൻ ആ കുഞ്ഞു മുഖം കണ്ടാൽ മാത്രം മതിയായിരുന്നു. അവർ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി ആ ഓമനത്തും തുളുമ്പുന്ന മുഖത്തേക്ക് നോക്കി. ശരിയാണ്, കുഞ്ഞിയെ പറിച്ചു വെച്ച പോലെ. എന്നാൽ എവിടേക്കോ കിച്ചുവിന്റെ ചായമുണ്ട്. വിമല കുഞ്ഞിനെ നെഞ്ചോടടക്കി പിടിച്ചു. എന്തിനോ വേണ്ടി അവരുടെ മിഴികൾ ചാലിട്ടൊഴുകി. കുഞ്ഞിയെ പറഞ്ഞ വാക്കുകൾ ഒരു നിമിഷം അവരെ തന്നെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരുന്നു. കുഞ്ഞിനെ നന്ദനും ഗായത്രിയും കൂടി കണ്ട ശേഷം കുഞ്ഞിനെ വീണ്ടും ശാലിനിക്ക് അടുത്തേക്ക് തന്നെ കൊണ്ടുപോയി. വിമല കുഞ്ഞിയുടെ അടുത്ത് ചെന്നു. ചേറിൽ ഗായത്രിയെ കെട്ടിപ്പിടിച്ച് കണ്ണുകളടച്ചിരിക്കുകയായിരുന്നു കുഞ്ഞി. മോളെ. വിമല കുഞ്ഞിയുടെ മുമ്പിൽ കുനിഞ്ഞെന്ന് അവളുടെ കാലിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. കണ്ണു തുറന്നു നോക്കിയ ഗാഥ തന്റെ മുമ്പിൽ നിറകണ്ണുകളോട് നിൽക്കുന്ന അമ്മയെ കണ്ട അമ്മരുന്നു. അമ്മേ. ആൾ വിളിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റു. തെറ്റായിപ്പോയി മോളെ, ക്ഷമിക്കണം. അറിവില്ലായ്മ ഉണ്ട, ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല. ക്ഷമിക്കില്ല എൻ്റെ മോളി പാപിയോട്. വിമല തൊഴുകൈകളോടെ പറഞ്ഞു. അരുതമ്മേ, അങ്ങനെ അവസ്ഥയിൽ ഏതൊരു അമ്മയെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും പോലെ അമ്മയെ ചെയ്തുള്ളൂ. അവൾ വിമല കൂപ്പിയ കൈകൾ കവർന്നെടുത്തുകൊണ്ട് പറഞ്ഞു. വിമല അവളെ കരഞ്ഞുകൊണ്ട് തന്നെ കെട്ടിപ്പിടിച്ചു.
6 മാസങ്ങൾക്ക് ശേഷം ഇന്ന് കിച്ചുവിന്റെയും ഗാദിയുടെയും കുഞ്ഞിനെ ദ്വാരകയിലേക്ക് കൊണ്ടുവരികയാണ്. കെവിൻ, കാർത്തിക്, ശേഖർ എല്ലാവരുടെയും കണ്ണൻ. ശാലിനിയുടെ മിഴികൾ നിറഞ്ഞു. കല്ലുവും ലല്ലുവും കുഞ്ഞനി എന്റെ അടുത്ത് തന്നെയുണ്ട്. വാവയെ പിരിയുന്നതിന്റെ വിഷമ കുഞ്ഞുമുഖങ്ങളിൽ പ്രതിഫലിച്ചു. വിഷമികളെ ചേച്ചി, കാണാൻ തോന്നുമ്പോൾ ഒന്ന് വിളിച്ചാൽ ഞങ്ങൾ കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് എപ്പോൾ വേണമെങ്കിലും വരാലോ. പിന്നെയും കുറച്ചു നേരം കൂടി അവിടെ ചെലവഴിച്ചു. രാഹുകാലത്തിന് മുമ്പ് തന്നെ അവരവിടെ നിന്ന് ഇറങ്ങി. കുഞ്ഞിനെ കയ്യിൽ വാങ്ങി ആ നെറ്റിയിൽ ഉമ്മ വയ്ക്കുമ്പോൾ ശാലിനി കരയുന്നുണ്ടായിരുന്നു. സണ്ണിയും താനിയും അജുവും കൂടെ ഉണ്ടായിരുന്നു. ഗായത്രിയും വിമലയും കുഞ്ഞുമായി കിച്ചുവിന്റെ കാറിൽ കയറി. ഗാഥ കോ ഡ്രൈവിംഗ് സീറ്റിലും കിച്ചു ഡ്രൈവിംഗ് സീറ്റിലും കയറി. നന്ദന്റെ കാറിൽ അജു ഡ്രൈവിംഗ് സീറ്റിലും നന്ദൻ കോ ഡ്രൈവിംഗ് സീറ്റിലും സണ്ണിയും താനി അവരുടെ 10 മാസം പ്രായമുള്ള കുഞ്ഞുമാലാക ടെസ്സയും പിന്നിലെ സീറ്റിലും കയറി. അജുവിന്റെയും സീനയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി. സീനയുടെ പ്രസവം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ. ഇരട്ട കുട്ടികളാണ്. സിസേറിയൻ ആയതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ രണ്ടുപേരും നല്ല വഴക്കാളിക്കുട്ടന്മാരാ. എല്ലാവരും ശാലിനിക്കും കുടുംബത്തിന് യാത്ര പറഞ്ഞു. കാറുകൾ മുന്നോട്ട് നീങ്ങിയതും ശാലിനിയും കുട്ടികളും കരഞ്ഞുപോയി. അവരുടെ ചോരയാണ് കൂടെ കൊണ്ടുപോയതെന്നറിയാം. എങ്കിലും ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞിനെ അവർ കൊണ്ടുപോയപ്പോൾ അവളുടെ അമ്മ മനസ്സ് കരയാൻ തുടങ്ങി. മാറുകൾ കുഞ്ഞിളം വായിലേക്ക് പാൽമധുരം ചുരത്താൻ വെമ്പൽ കൊണ്ടു. അവളുടെ ഉള്ളിലെ സംഘർഷം അറിഞ്ഞെന്ന പോലെ രാജേഷ് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. അവന്റെ നെഞ്ചിൻ ചൂടിലേക്ക് അവൾ കൂടുതൽ പറ്റിച്ചേർന്നു. ഇനി അവർ ഓരോരുത്തരും പ്രണയിക്കട്ടെ. സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ നല്ല പുലരികൾ അവരെ തേടിയെത്തട്ടെ. മന്ദാരം പോലെ സുഗന്ധം പരത്താൻ ആ കുഞ്ഞു പൂക്കൾക്കാവട്ടെ.